യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർക്ക് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞിരിക്കുക. എന്താ അല്ലേ? എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നമ്മുടെ ശശി തരൂര് വ്യക്തമായ നിലപാടുകളുമായിട്ട് വന്നിട്ടുണ്ട്. കാരണം യുദ്ധം ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ രാജ്യത്തോടൊപ്പം നിൽക്കണമെന്നും പല ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന ചോദ്യത്തിനൊക്കെ ശശി തരൂർ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ ഏത് രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള വീഴ്ചകളൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്നതാണ്. വീഴ്ചകൾ സംഭവിക്കാത്ത ഒരു രാജ്യങ്ങളും തന്നെ ഇല്ല. അപ്പോൾ ഈ കോൺഗ്രസ്സുകാർ കുത്തിത്തീരിപ്പുണ്ടാക്കാൻ വേണ്ടി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും നരേന്ദ്രമോദി കൊടുക്കേണ്ട മറുപടി നമ്മുടെ ശശി തരൂർ കൊടുത്തുകൊണ്ടിരിക്കുക. ശശി തരൂരിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഒരു വ്യക്തമായ നിലപാടുള്ള ആൾ കേട്ടോ. നമ്മളെ പെട്ടെന്ന് വിചാരിക്കും പെട്ടെന്ന് ഇദ്ദേഹം BJP-യോട് ചാടിപ്പോകാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. പക്ഷെ അല്ല, കുറച്ച് ലോകം കണ്ട പരിചയം ശശി തരൂരിനുണ്ട്. നമ്മുടെ ഇട്ടാവട്ടത്തിൽ കിടന്ന് വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി മതങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ശശി തരൂർ ലോകം കണ്ടവനായതുകൊണ്ട് തന്നെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരായതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ മീഡിയകളാണ് പുള്ളിയുടെ ഇന്റർവ്യൂ പലരും എടുക്കുന്നത്. അല്ലേ, പുള്ളി സംസാരിക്കുന്നതല്ല ഇംഗ്ലീഷിൽ തന്നെയാണ്. എല്ലാ ഇന്റർനാഷണൽ മീഡിയകളാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് അത് ഞാൻ പറയില്ലേ, കോൺഗ്രസ്സിന് ഏറ്റവും നല്ലൊരു തലയെടുപ്പുള്ള ബുദ്ധിവൈഭവമുള്ള വിവേകമുള്ള നല്ലൊരു നേതാവാണ് ശശി തരൂർ. പക്ഷേ ഈ ശശി തരൂരിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനെടുത്ത കോൺഗ്രസ്സുകാർക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. അവരിപ്പോൾ ഒന്നിനൊന്നിനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ഒരിക്കൽ ഭരണത്തിൽ കയറണം എന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല. അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. അവരിപ്പോൾ ഈ നരേന്ദ്രമോദിനെ പാലെ പിടിച്ചുകൊണ്ട് BJP-ക്കാർ RS-കാർ അല്ലെങ്കിൽ സംഘികൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ചാനൽ ചർച്ചകളാണ്. ഒരു രാജീവ് പി നായർ ഒരു അന്തവും ഒന്നും ഇല്ലാതെ എന്തൊക്കെയോ പറഞ്ഞ് വീരവാദം മുഴക്കി ലാസ്റ്റ് തോറ്റ് തുന്നമ്പാടി പോകുന്നൊരവസ്ഥയാണ്. ഇവരുടെ എല്ലാം മുഖ്യ അജണ്ട എന്ന് പറഞ്ഞ പ്രീണനമാണ്. മതങ്ങളെ തമ്മിൽ മതപരമായിട്ടുള്ള ചില ആൾക്കാർ, ഞാൻ പറയുന്നില്ല, ഇപ്പം സൈഡിലേക്കുള്ള ചില ആൾക്കാരെ പ്രീണിപ്പിച്ച് വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി കളിച്ച് സത്യം പറഞ്ഞിപ്പം ഇന്ത്യയിൽ ഒരു പാർട്ടി അല്ലാതായി മാറിക്കൊണ്ടിരിക്കുക. 60 കൊല്ലം പഠിച്ച ആളാണെന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാരെ. ഞാനൊക്കെ കോൺഗ്രസിൻ്റെ ആൾക്കാരാണ്. എൻ്റെ അപ്പനൊക്കെ കുടുംബഘട്ട കോൺഗ്രസ്സുകാർ ആയിരുന്നു. ഇപ്പം എല്ലാം മാറി. മനസ്സുകൊണ്ട് ഇവരുടെ സ്വഭാവം കൊണ്ട് തന്നെ മാറി. അപ്പോൾ ഈ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഇവിടെ കോൺഗ്രസ്സുകാർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യബോധത്തോടെ സംസാരിക്കാൻ കഴിയുന്ന ഒരു തിരിച്ചറിവ് എന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നു, അന്ന് മാത്രമേ നിങ്ങൾക്ക് ഭരണം കിട്ടത്തുള്ളൂ. അത് വളരെ സത്യമായ കാര്യമാണ്. ശശി തരൂരിന് കുറ്റം പറഞ്ഞതുകൊണ്ടോ ശശി തരൂരിന് കുറ്റം പറയാൻ പറ്റില്ല. അവർ ധൈര്യമുണ്ട് കുറ്റം പറയട്ടെ, തള്ളി പറഞ്ഞ വിവരം അറിയും. കാരണം ഇവിടുത്തെ യൂത്ത് മുഴുവനും ഈ കോൺഗ്രസിനെ കുറച്ച് ചിന്തിച്ചുകൊണ്ട് യൂത്ത് അടക്കം ആ പുള്ളിയുടെ കൂടെ തന്നെയാണ്. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഏകദേശം ശശി തരൂരിന് 1000-ലധികം വോട്ട് ലഭിച്ചു. അത് തന്നെ വിജയത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. അത് കേരളത്തിൽ നിന്ന് ഒരു നേതാക്കന്മാരെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് ഓർക്കണം. എന്നിട്ട് പോലും പുള്ളിക്ക് അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ കഴിവ് തന്നെയാണ്. അത് കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും അനങ്ങും ഇത്രയും കാലം യുദ്ധം യുദ്ധം തുടർന്നതിൻ്റെ പ്രശ്നമായിരുന്നു പറഞ്ഞത്. ഇപ്പം യുദ്ധം നിർത്തിയപ്പോൾ എന്തിനാ നിർത്തിയാന്ന് ചോദിക്കുന്നത്. ഇപ്പം അടുത്ത ചോദ്യമുണ്ട്, ഈ തീവ്രവാദികളെ അന്ന് പിടിച്ചോണ്ടെങ്കിൽ തീവ്രവാദികളെ ആരും പിടിക്കുന്നില്ലല്ലോ. എന്ന് ശരിയാവും നിങ്ങൾക്ക് ചിന്തയുണ്ടോ? എത്ര കൊല്ലമായി നിങ്ങൾ ഭരണത്തിൽ കയറിയിട്ട് എന്ന് ശരിയാവുമെന്ന് വിചാരിച്ച് നിങ്ങൾ നടക്കുന്നത്? ദയവേത് ഫാക്റ്റുകളെ കൃത്യമായി മനസ്സിലാക്കി സംസാരിക്കാത്തോടത്തോളം കാലം യാഥാർത്ഥ്യബോധങ്ങളെ പല കാര്യങ്ങളും നമ്മൾ എല്ലാം മറന്നുകൊണ്ട് നമ്മുടെ ഒറ്റ ലക്ഷ്യം കസാര ഈ ചിന്ത മാറ്റിയിട്ട് കുറച്ചുകൂടി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ കോൺഗ്രസിന് ഭാഗ്യമുണ്ടാവും. അല്ലാതെ ഈ മതപ്രീണനം കൊണ്ടൊന്നും കോൺഗ്രസ് ആയുഷ്കാലത്ത് ഭരണത്തിൽ കയറാമെന്ന് വിചാരിക്കേണ്ട. ഇത് ഓരോരുത്തരുടെയും, എൻ്റെ മാത്രമല്ല, ഓരോ പൊതുജനങ്ങളും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. എൻ്റെ ഈ വിമർശനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ്.